ഈ ഗിന്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും വലിയൊരു ആവേശമാണ്. മലയാളിക്ക് ഇപ്പോൾ അന്താണ്. അതുകൊണ്ട് അതൊരു ആവേശമായിട്ട് മാറി. അത് കൊടുക്കാം എന്ന് പറയുന്ന സമയത്ത് അതിന് ഇത്ര 3600 രൂപ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പൈസ മാത്രമായിട്ടാണ് മലയാളി കാണുന്നുള്ളൂ. പക്ഷേ അത് വലുതാകുന്നത് 12,000-ലധികം പേരിൽ നിന്നുള്ള പിരിമാണത്തിലാണ്. അങ്ങനെ പിരിക്കുന്ന സമയത്താണ് അത് ഭീകരമായിട്ടുള്ള തുകയായിട്ട് ഏതാണ്ട് 4,80,00,000 മാറുന്നത്. കാരണം ഒരു ശരാശരി എടുക്കുന്ന സമയത്താണ് 3,600 മുതൽ 8,000 വരെ രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു 4,000 രൂപ ശരാശരി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പൈസ വരും. അത് മാത്രമല്ല അത് കൂടാതെ പിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരുടെ ഒപ്പം വരുന്ന കുടുംബാംഗങ്ങൾ ആ സ്റ്റേഡിയത്തിൽ കയറുന്നതിന് ഒരു പ്രവേശന ഫീസ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു തട്ടിപ്പിൻ്റെ ആശാന്മാരാണ് അവരെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ആ രീതിയിലും പണം അവർ പിടുങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം ഇത് വലുതാകുന്നത് ഈ 12,000 എന്ന് പറയുന്ന ഒരു മാജിക് ഫിഗർ കൊണ്ടാണ്. ഇത് ഇത്രയും വലിയ ഒരു തുകയായിട്ടത് മാറിത്തീരുന്നത്. ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായില്ലെങ്കിൽ കേരളം ഇത് ചർച്ച ചെയ്യില്ല. പകരം കേരളം ചർച്ച ചെയ്യുന്നത് മെഗാ തിരുവാതിരയെക്കുറിച്ചും അതിൻ്റെ ഗിന്നസ് റെക്കോർഡിനെ കുറിച്ച് മാത്രമാണ്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ അതിലിങ്ങനെ മുങ്ങിക്കിടക്കുമായിരുന്നു. പക്ഷെ അതിന് പകരമായിട്ട് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് വന്ന സമയത്ത് നമ്മളുടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ സ്പോട്ട് ലൈറ്റ് തെളിയുകയും നമ്മൾ അതിൻ്റെ അകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഉമാ തോമസിന് സംഭവിച്ചിരിക്കുന്ന അത്യാഹിതത്തിൽ വലിയ തരത്തിൽ ആശങ്ക പുലർത്തുകയും വലിയ തോതിൽ അതിലേക്ക് സമൂഹത്തിൻ്റെ ഇടപെടൽ വരികയും ചെയ്യും. അങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഇതിനകത്ത് അതിശക്തമായിട്ട് ഇടപെട്ട് ആ വിഷയങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത് പിന്നെ വീണ്ടും പലതരത്തിലുള്ള ട്വിസ്റ്റുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.